സർവദോഷശാന്തിക്കായി സർവശക്തി പാസാക്കിയ സർവശക്തമാം നിയമം താരാസ്തുതി. സർവദോഷശാന്തിക്കായി സർവശക്തി പാസാക്കിയ സർവശക്തമാം നിയമം താരാസ്തുതി. ദേവന്മാരും ദേവിമാരും ദൂതപരമ്പരയും ഒത്തുചേർന്നു നടത്തുന്ന താരാസ്തുതി. ദേവന്മാരും ദേവിമാരും ദൂതപരമ്പരയും ഒത്തുചേർന്നു നടത്തുന്ന താരാസ്തുതി. ഖഡ്ഗിയായി അവതരിച്ചു മുഖമ്പായി നിന്നുകൊണ്ട് ഇത്തരയിൽ നടത്തുന്ന താരാസ്തുതി. ജീവിക്കുവാനുള്ള വഴിയാണ് ഞാൻ തെളിയിക്കുന്നതെല്ലാം. ആ വിധത്തിൽ മഹാകാരുണ്യത്തോടെ ഈ ലോകത്തിൽ സ്ഥാപിച്ച സ്വർഗീയ നിയമമാണ് നമ്മുടെ താരാസ്തുതി. ഈ 5 ദിവസം ഇവിടെ ഇരുന്ന് സ്തുതിച്ച ആത്മാക്കൾ
ജന്മാന്തര ജ്ഞാനോപദേശം 3 യുഗവും പഠിച്ച് അതിൽ കലിയുഗം കേട്ട ആളുകൾ അനേകരുണ്ട്. അതുകൂടാതെ 21 ദിവസത്തെ വ്രതവും എടുത്ത് ഈ സന്നിധാനത്തിൽ വന്ന് രാപകലില്ലാതെ തിരുനാമങ്ങൾ സ്തുതിച്ച് പരിശുദ്ധാവസ്ഥയിലിരുന്ന ഈ സന്താനങ്ങളോടൊപ്പം ഇന്നും ഇന്നലെയുമായി വന്നവരെയും ഇതിലേക്ക് ചേർത്തതും ആ കാരുണ്യത്തിന്റെ മറ്റൊരു ഉദാഹരണം. ഈ സ്തുതിയിൽ ഇടപെട്ട ഓരോരുത്തരും ഇതിന്റെ ആരംഭത്തിലും പൂരംബക്കനാളിലും വെള്ളിയാഴ്ചയിലും ഒക്കെ പ്രത്യേകം നേർച്ചകൾ അർപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് ഈ തിരുനാമങ്ങൾ സ്തുതിച്ച് ആനന്ദിച്ചത്. എല്ലാ പ്രകാരത്തിലും അത് ആനന്ദമായിരുന്നുവെന്ന് സമ്മതിക്കുന്നത് കൈയുയർത്തുകയാണ്. ഇപ്രകാരം ആനന്ദമായി നടത്തപ്പെട്ട ഈ കർമ്മത്തിലേക്കാണ് ഇന്ന് വന്നവരെയും ഇന്നലെ ഇതിന്റെ സമാപനത്തിനായി വന്നവരെയും എല്ലാം ചേർത്തിരിക്കുന്നു. ആ ഓർമ്മയോടുകൂടി, ആ നന്ദിയോടുകൂടി എല്ലാവരും നിലകൊള്ളണം, ഇതിൽ പങ്കെടുക്കണം. എല്ലാവർക്കും ആനന്ദമുണ്ടാകുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. സമാപന ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നേർച്ച സ്വീകരണം ഇപ്പോൾ ആരംഭിക്കുകയാണ്. ചെറുതും വലുതുമായി നിങ്ങൾ മനസ്സിൽ തീരുമാനിച്ചു നിശ്ചയിച്ചതും ആ കാര്യങ്ങൾ സാധിച്ചതുമായ നേർച്ചകൾ സ്വീകരിക്കാൻ മഹാശക്തി ഇതാ പ്രത്യക്ഷമായി നിലകൊള്ളുകയാണ്. സമാധാനമായി കയറി വന്ന് നേർച്ചകൾ അർപ്പിക്കുക. സർവേശ്വരൻ ഏവരെയും അനുഗ്രഹിക്കുമാറാണ്. ദേവിമാരൊത്തു വസിക്കുന്ന സന്നിധാനം ദൈവ സന്നിധാനമോ. ദേവന്മാർ ദേവിമാരൊത്തു വസിക്കുന്ന സന്നിധാനം ദൈവ സന്നിധാനമോ. ദേവന്മാർ ദേവിമാരൊത്തു വസിക്കുന്ന സന്നിധാനം ദൈവ സന്നിധാനമോ. ദേവന്മാർ ദേവിമാരൊത്തു വസിക്കുന്ന സന്നിധാനം ദൈവ ദേവന്മാർ ദേവിമാരൊത്തു വസിക്കുന്ന സന്നിധാനം ദൈവ സന്നിധാനം.
ഖഡ്ഗിയുദയമായി ജ്ഞാനം നൽകിയിടുന്ന സന്നിധാനം ദൈവ സന്നിധാനം. ഖഡ്ഗിയുദയമായി ജ്ഞാനം നൽകിയിടുന്ന സന്നിധാനം ദൈവ സന്നിധാനം. ദൈവത്തെ സ്ഥാപിച്ചു ദൈവം നടത്തുന്ന 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 സന്നിധാനം ദൈവ സന്നിധാനം. ഉന്നതനാകുന്ന ദൈവം കലിയുഗത്തിൽ അവതാരമായി വന്ന് കലി സംഹാരം ചെയ്ത് ആത്മലോകത്തെ കരസ്ഥമാക്കുവാൻ സ്ഥാപിച്ച ആത്മബോധോദയ സംഘമാണ് നമ്മുടെ സന്നിധാനം. ഇവിടെ അജ്ഞാന സംഹാരത്തിനുള്ള എല്ലാ ആയുധങ്ങളും കരുതിയിട്ടുണ്ട്. ഏതെല്ലാം വിധത്തിൽ ദോഷങ്ങളുമായിട്ടാണോ ആത്മലോകം കടന്നു വരുന്നത്, ആ ദോഷങ്ങളെല്ലാം ഒന്നൊന്നായി ഒടുക്കി ആത്മാവിനെ അതിന്റെ തനതായ രൂപത്തിൽ തെളിയിച്ചറിയിച്ച് അനുഭവപ്പെടുത്തുവാൻ തക്ക വിധത്തിൽ ആ സർവജ്ഞാനത്തെ ഉപദേശിച്ചുകൊണ്ട് സർവജ്ഞാന രൂപനാകുന്ന സദ്ഗുരുവാണ് ശുഭാനന്ദ നാമത്തിൽ വാഴുന്നത്. ആ ശുഭാനന്ദ രൂപമാണ് മാറി മാറി ദേഹങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഇന്നും നിങ്ങളെ കാണുന്നത്. ഇത് അനുഭവമുള്ളവരൊന്ന് കൈ ഉയർത്തി കണ്ടാക്കൊള്ളാം. മാറ്റമില്ലാത്തവൻ മരണമില്ലാത്തവൻ പരമഗുരു വാണിടുന്നു. മാറ്റമില്ലാത്തവൻ മരണമില്ലാത്തവൻ പരമഗുരു വാണിടുന്നു. മാറ്റമില്ലാതുള്ള ജ്ഞാനങ്ങളെ കൊണ്ട് ആദർശമെന്നും പുലർത്തിടുന്നു. മാറ്റമില്ലാതുള്ള ജ്ഞാനങ്ങളെ കൊണ്ട് ആദർശമെന്നും പുലർത്തിടുന്നു. മാറ്റമില്ലാത്ത ജ്ഞാനം മാറ്റമില്ലാതെ ആത്മാക്കൾക്ക് കൊടുത്ത് മാറ്റമില്ലാത്ത ആനന്ദം അനുഭവമാക്കുന്നത് കൊണ്ടാണ് ജ്ഞാനം വഴിയായി ആത്മലോകം ശുഭാനന്ദ രൂപത്തെ തിരിച്ചറിയുന്നത്. അല്ലാതെ ഒരിക്കലും ഗുരുവിനെ തിരിച്ചറിയാൻ കഴിയില്ല. ഈ താരാസ്തുതി ആരംഭിച്ച സമയം മുതൽ നിഷ്കളങ്ക ജ്ഞാനമാകുന്ന ഗുരുരൂപത്തെ ആത്മാവിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജ്ഞാനഹൃദയം രൂപാന്തരപ്പെടുത്തി അതിൽ ഗുരുരൂപത്തെ പ്രതിഷ്ഠിച്ച് ആരാധിച്ച് ആശ്വസിച്ച് ആനന്ദിക്കുവാനുള്ള മാർഗമാണ് ഞാൻ അറിയിച്ചുകൊണ്ടേയിരുന്നത്. ആ വിധത്തിൽ ശ്രദ്ധയോടുകൂടി അത് സ്വീകരിച്ചവർ തുടർന്നുള്ള യാമങ്ങളിൽ അത് ശ്രദ്ധിക്കുകയും അതിന് തക്ക വിധത്തിൽ തിരുനാമങ്ങൾ കീർത്തിക്കുകയും
കൂടുതൽ ഹൃദയം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ആ ഉന്നതമായ ആനന്ദം ഓരോ ഹൃദയങ്ങളിലും അനുഭവപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ആ കഴിഞ്ഞ ദിവസം മുതലേ ഓരോരുത്തരും കരഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. സ്തുതി നല്ലതായിട്ട് നടന്നു എന്ന് ഓർത്തല്ല കരയുന്നത്. സ്തുതി നല്ലതായി നടന്നതിന് കരയേണ്ട കാര്യമില്ലല്ലോ. ഇത് വിട്ടുപിരിഞ്ഞ് എങ്ങനെ പോകുമെന്നോർത്താണ് കരയുന്നത്. അങ്ങനെ അഴിവില്ലാത്ത ആത്മബന്ധം ആത്മാവിൽ വരുത്തിക്കൊണ്ട് ആത്മനാഥൻ നേരിട്ട് നടത്തുന്ന ഉന്നതമായി താരാസ്തുതി ഇത്ര മഹനീയമായും ആനന്ദമായും നടത്തി തന്ന ആ മഹാശക്തിയെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഞാൻ മുമ്പേ കീർത്തിച്ച കീർത്തനത്തിൽ ആ ദൈവത്താൽ സ്ഥാപിച്ച ദൈവം നടത്തുന്ന സന്നിധാനം ദൈവസന്നിധാനം ഇത് പരിപൂർണമായും ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്രാവശ്യത്തെ താരാസ്തുതി നടത്തപ്പെട്ടത്. കഴിഞ്ഞ താരാസ്തുതിയിലും ഞാൻ നിങ്ങളെ അറിയിച്ചു. അത് കഴിഞ്ഞുള്ള ഒരു ആരാധനയിൽ അറിയിച്ചു. ഒരു പ്രാവശ്യമെങ്കിലും ആത്മബോധോദയ സംഘാംഗങ്ങൾ താരാസ്തുതിക്ക് ഇരിക്കണമെന്ന് നിർബന്ധമാണ്. ഒരു പ്രാവശ്യമേ ഇരിക്കാവൂ എന്നുള്ളത് കൊണ്ടല്ല, ഒരു പ്രാവശ്യം ഇരുന്നതിന്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാതെ നിങ്ങൾ ആഗ്രഹിക്കുകയും വന്നു ചേരുകയും ചെയ്യുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇരിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതിന്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ രുചി? അത് വർണ്ണിക്കാൻ കഴിയുന്നതല്ല. ആനന്ദമേ പരമാനന്ദമേ താരസ്തുതികളാൽ ആനന്ദമേ സത്യത്തിൽ ഇപ്രാവശ്യത്തെ നമ്മുടെ താരാസ്തുതി ആരംഭിക്കുമ്പോൾ സർവജ്ഞാനോത്സവം കഴിഞ്ഞ ആനന്ദത്തിലാണ് നമ്മൾ ഇരുന്നതെങ്കിലും വയനാട്ടിൽ നടന്ന ദുരന്തം നമ്മുടെ ഒക്കെ മനസ്സിനെ ഒന്ന് പിടിച്ചു ഉലച്ചിരുന്ന സമയമായിരുന്നു. ആ ദുഃഖം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കുമ്പോഴാണ് താരാസ്തുതി ആരംഭിച്ചത്. പക്ഷേ ഇതങ്ങോട്ട് ആരംഭിച്ചതിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളിതെല്ലാം അങ്ങ് മറന്നുപോയി. ദേഹം മറന്നുപോയി, ലോകം മറന്നുപോയി, ലോക വിചാരങ്ങളെല്ലാം മറന്നുപോയി. ദുഃഖം എവിടെയെന്നു പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയായി. എന്തുകൊണ്ട്? സുഖസ്വരൂപനോട് ബന്ധിച്ച് ആരാധിക്കുവാൻ ആരംഭിച്ചപ്പോൾ ആ ആത്മസുഖത്തിൽ നമ്മൾ വർദ്ധിതമാവുകയായിരുന്നു. ആനന്ദമേ പരമാനന്ദമേ താരസ്തുതികളാൽ
എന്നൊരു വാക്ക് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഇത്രയെങ്കിലും ഒക്കെ നമുക്ക് പറയാം. ആനന്ദം എന്നൊരു വാക്ക് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് ഇത്രയൊക്കെ നമുക്ക് പറയാം. ഇതിനപ്പുറത്തേക്ക് എന്ത് പറയും? ഇതിനപ്പുറത്തേക്ക് എന്ത് ഇനി പറയും? പറയും പരമാനന്ദം എന്ന് പറയാം, പറഞ്ഞാൽ പരമാനന്ദം എന്ന് പറയാം, അല്ലെങ്കിൽ സച്ചിദാനന്ദം എന്ന് പറയാം, അല്ലെങ്കിൽ സച്ചിദാനന്ദം, അല്ലെങ്കിൽ ബ്രഹ്മാനന്ദം എന്ന് പറയാം. അല്ലെങ്കിൽ ബ്രഹ്മാനന്ദം. അതിനെല്ലാം അപ്പുറത്ത് നമ്മുടെ ദൈവം ഉദയമായി വന്ന് സ്വീകരിച്ച നാമം പറയാം, ശുഭാനന്ദം. അതെല്ലാം അപ്പുറത്ത് നമ്മുടെ ദൈവം ഉദയമായി വന്ന് സ്വീകരിച്ച നാമം പറയാം, ശുഭാനന്ദം. അതാണ് അതിന്റെ പരിപൂർണത. അതാണ് അതിന്റെ പരിപൂർണ്ണത. അതിലേക്ക് ഉയർത്തുവാനുള്ള മാർഗങ്ങളാണിതെല്ലാം. അതിലേക്ക് ഉയർത്തുവാനുള്ള മാർഗങ്ങൾ. പക്ഷേ ലോകത്തിലുള്ള വർണ്ണങ്ങളോ ശബ്ദങ്ങളോ അക്ഷരങ്ങളോ ഒന്നും ഇതിന് ആവുകയില്ല. വർണ്ണങ്ങളോ ശബ്ദങ്ങളോ അക്ഷരങ്ങളോ ഒന്നും ഇതിന് പകരമാവുകയില്ല. ഒരു ഭാഷകളും ഇതിന് പകരമാവുകയില്ല. കാരണം ഇത് ഹൃദയത്തിന്റെ ഭാഷയാണ്. ഇത് ഹൃദയം കൊണ്ട് മാത്രമേ അവതരിപ്പിക്കുവാൻ കഴിയുള്ളൂ. ഇത് അനുഭവിച്ച ഹൃദയങ്ങൾ തമ്മിൽ സംസാരിക്കാൻ പറ്റും. അങ്ങനെ സംസാരിക്കുവാനുള്ള ഭാഷയുടെ പേര് ദേവഭാഷ എന്നാണ്. അതാണ് പറഞ്ഞത്, ദേവഭാഷ പഠിക്കണം നാം, ദേവഭാഷ പറയണമോ. പഠിക്കണം നാം, ദേവഭാഷ പറയണോ. ശുഭാനന്ദ ചരിതം മഹാകവി മുതുകുളം ശ്രീധർ സംസ്കൃതത്തിൽ എഴുതി വെച്ചു. അദ്ദേഹം അദ്ദേഹത്തിന്റെ അറിവിൽ നിന്നുകൊണ്ട് അതിനെ വ്യാഖ്യാനിച്ചപ്പോൾ ദേവഭാഷ എന്നാൽ സംസ്കൃതം എന്നാണെന്നാണ് അദ്ദേഹം അതിനെ അർത്ഥം പറഞ്ഞത്. സംസ്കൃതത്തിന് ദേവഭാഷയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. കാരണം പുരാണ ഇതിഹാസങ്ങൾ പലതും സംസ്കൃതത്തിൽ എഴുതി സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് ആദ്യ ഭാഷ സംസ്കൃതമായിരുന്നത് കൊണ്ട് അതിനെ ദേവഭാഷയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഭഗവാൻ പറഞ്ഞത് അത് പഠിക്കണമെന്നല്ല, അത് പഠിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ലോകത്തിലുള്ള സർവ്വഭാഷകളും നമ്മൾ പഠിക്കുന്നതിൽ തെറ്റില്ല. അതിൽ നിന്ന് നന്മകളെ സ്വീകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വിദ്യ ആരംഭിക്കുന്ന സമയത്ത് പലരോടും പറയാറുണ്ട്, അനേകം ഭാഷകൾ പഠിച്ച് നീ വളർന്നുയർന്നു വരണം. എൻ്റെ കാര്യം വിവിധ ഭാഷകളിൽ നീ സംസാരിക്കണം. അങ്ങനെ ലോകത്തിലെ ഭാഷകൾ ഉപയോഗിച്ച് എന്നെ പറയുവാൻ നിനക്ക് കഴിവുണ്ടാകണമെങ്കിൽ ദേവഭാഷ പഠിക്കണം നാം, ദേവഭാഷ പറയണമോ. ഓ ദേവഭാഷ തന്നെയല്ലോ ആത്മഭാഷയായത്. ദേവന്മാരായി തീരണം നാം, ദേവിമാരായി തീരണമോ. ഓ ദേവന്മാരായി തീരണം നാം, ദേവിമാരായി തീരണമോ. ഓ ദേവാദി ദേവന്റെ വാഴ്ച അവിടെയാണെന്നറിയണമോ. ദേവഭാഷ പഠിക്കണം നാം, ദേവഭാഷ പറയണോ. ഓ ദേവഭാഷ പഠിക്കണം നാം, ദേവഭാഷ പറയണോ. ഓ ദേവഭാഷ തന്നെയല്ലോ ആത്മഭാഷയായത്. ഈ തരാസുതിയിൽ ബന്ധപ്പെട്ട ആളുകളെ അങ്ങോട്ട് മാറ്റി നിർത്തി നിങ്ങൾ ചോദിച്ചാൽ അവർ ചൊവ്വാഴ്ച ഉദയം മുതലൂടെ നടന്ന സർവ്വകാര്യങ്ങളും അവർക്കറിയാവുന്ന ഭാഷയിൽ നിങ്ങളോട് സംസാരിക്കും. ഓ എന്തോ ഒരു സുഖമായിരുന്നു, എന്തോ ഒരു ആനന്ദമായിരുന്നു. ഭഗവാൻ അങ്ങനെ ഒരുങ്ങി വന്നു. ഇന്ന ഇന്ന കീർത്തനങ്ങൾ പാടി, ഇന്ന വിധത്തിൽ പാടി, ഇന്ന ഈണത്തിൽ പാടി, ഇത്ര സമയം പാടി, ഇത്ര സമയം ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെയും വൈകിട്ടും കയറി. പൂരത്തിന് പ്രത്യേക സുഖമായിരുന്നു. വെള്ളിയാഴ്ച അതിനേക്കാൾ സുഖമായിരുന്നു. ശനിയാഴ്ച അതിനേക്കാൾ സുഖമായിരുന്നു. ഇങ്ങനെ പറഞ്ഞ് വർണ്ണിച്ചുകൊണ്ടേയിരിക്കും.
വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇത് ധാരാസ്തുതിക്കിരുന്ന പൂർണ്ണസുഖത്തെയാണോ വർണ്ണിക്കുന്നത്? ധാരാസ്തുതിക്കുന്ന പൂർണ്ണസുഖത്തെയാണോ വർണ്ണിക്കുന്നത്? അത് വർണ്ണിക്കുവാൻ ഈ അനുഭവിച്ചവർക്ക് പോലും കഴിയുകയില്ല. അത് വർണ്ണിക്കുവാൻ ഈ അനുഭവിച്ചവർക്കും കഴിയില്ല. പക്ഷേ ഹൃദയമൊരുക്കിക്കൊണ്ട് ഭവനങ്ങളിൽ കാത്തിരുന്നവർക്ക് ഹൃദയമൊരുക്കിക്കൊണ്ട് ഭവനങ്ങളിൽ കാത്തിരുന്നവർക്ക് ഇന്ന് ഈ സന്നിധാനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇന്ന് ഈ സന്നിധാനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പലർക്കും ഉണ്ടായിക്കാണും ഒരു ഉൾക്കിടിലം. പലർക്കും ഉണ്ടായിക്കാണും ഒരു ഉൾക്കിടിലം. എന്തോ ഒരു പ്രത്യേകത. എന്തോ ഒരു പ്രത്യേകത. സന്നിധാനത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ സന്നിധാനത്തിലേക്ക് കാലെടുത്ത് സാധാരണത്തെക്കാൾ കവിഞ്ഞ് എന്തോ ഒരു പ്രത്യേകത ഹൃദയത്തിലേക്കൊന്ന് അനുഭവപ്പെട്ട എത്ര പേര് കൂടുതലുണ്ട്? ഇത് ഹൃദയത്തിന്റെ ഭാഷയാണ്. ഇത് ഹൃദയത്തിന്റെ ഭാഷയാണ്. ഇത് ഈ പ്രകൃതിയിൽ ലയിച്ചു നിൽക്കുകയാണ്. ഈ പ്രകൃതിയിൽ ലയിച്ചു നിൽക്കുന്ന അഖിലാണ്ടം നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ അഖിലാണ്ടം നിറഞ്ഞു നിൽക്കുന്ന അഖില ലോകേശൻ അനുഭവപ്പെടുത്തുന്ന മഹാസത്യത്തെ ഒരു ഭാഷ കൊണ്ട് ആർക്കും വർണ്ണിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് എങ്ങനെ വർണ്ണിച്ചിടും ആത്മനാഥ അങ്ങേ ഞാൻ. എങ്ങനെ വർണ്ണിച്ചിടും ആത്മനാഥ അങ്ങേ ഞാൻ. ലോകത്തിലുള്ള ഭാഷ തത്തുല്യമാകയില്ല. ലോകത്തിലുള്ള ഭാഷ തത്തുല്യമാകയില്ല. എങ്ങനെ വർണ്ണിച്ചിടും ലോകത്തിലുള്ള ഭാഷ
നൽകിടുന്നു. ആത്മനാഥൻ വന്നുദിച്ചു ഈ ലോകരഞ്ഞേ. ആത്മനാഥൻ ആത്മഭാഷ എന്നുള്ളിൽ ദാനമായി നൽകിടുന്നു. ആത്മജ്ഞാനം ഗ്രഹിച്ചു ആത്മം ശുദ്ധമാകുമ്പോൾ. 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 ആത്മഭാഷ പഠിക്കാം തമ്മിൽ സുഖിച്ചു വാഴ്ത്താം. തമ്മിൽ സുഖിച്ചു വാഴ്ത്താം. ആത്മജ്ഞാനം ഗ്രഹിച്ചു ആത്മഭാഷ പഠിച്ചാൽ. ആത്മജ്ഞാനം ഗ്രഹിച്ചു ആത്മം ശുദ്ധമാകുമ്പോൾ. ആത്മജ്ഞാനം ഗ്രഹിച്ചു ആത്മം ശുദ്ധമാകുമ്പോൾ. ആത്മജ്ഞാനം ഗ്രഹിച്ചു ആത്മം ശുദ്ധമാകുമ്പോൾ. ആത്മഭാഷ പഠിച്ചു തമ്മിൽ സുഖിച്ചു വാഴ്ത്താം. ആത്മഭാഷ പഠിച്ചു തമ്മിൽ സുഖിച്ചു വാഴ്ത്താം. തമ്മിൽ സുഖിച്ചു വാഴ്ത്താം. ആത്മഭാഷ പഠിച്ചു തമ്മിൽ സുഖിച്ചു വാഴ്ത്താം. ആത്മഭാഷ പഠിച്ചു തമ്മിൽ സുഖിച്ചു വാഴ്ത്താം. അതും അതിന്റെ പ്രത്യേകതയാണ്. അതും അതിന്റെ പ്രത്യേകത. ആത്മഭാഷ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ തമ്മിൽ സുഖിക്കുകയാണ്. ആത്മഭാഷ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ തമ്മിൽ സുഖിക്കാം. ആത്മഭാഷ തെളിഞ്ഞവർ തമ്മിൽ തമ്മിൽ കാണുന്നത് തന്നെ സുഖമാണ്. ആത്മഭാഷ തെളിഞ്ഞവർ തമ്മിൽ കാണുന്നത് അവർ സുഖിച്ചാണ് പിന്നെ വാഴ്ത്തുന്നത്. സുഖിച്ചാണ് പിന്നെ വാഴ്ത്തുന്നത്. സ്തുതിച്ചു വാഴ്ത്തുന്നു എന്നല്ല പറഞ്ഞത്, തുതിച്ചു വാഴ്ത്തുന്നു എന്നല്ല പറഞ്ഞത്. സുഖിച്ചു വാഴ്ത്തുന്നു എന്നാണ് പറഞ്ഞത്. സുഖിച്ചു വാഴ്ത്തുന്നു എന്നാണ്. തമ്മിൽ ആ സുഖമാണ് വർണ്ണിക്കുന്നത്. തമ്മിൽ സുഖമാണ് പറഞ്ഞത്. അവരവർ അനുഭവിക്കുന്ന സുഖം തമ്മിൽ തമ്മിൽ അങ്ങനെ അറിയുകയാണ്. അവരവർ അനുഭവിക്കുന്ന സുഖം തമ്മിൽ അത് എത്ര കിലോമീറ്ററുകൾക്കപ്പുറം ഇരുന്നാലും അങ്ങനെ വർണ്ണിക്കാൻ കഴിയും. എത്ര കിലോമീറ്ററുകൾ അപ്പുറം വന്നാലും അങ്ങനെ വർണ്ണിക്കുവാൻ കഴിയും. പക്ഷേ ആത്മജ്ഞാനം ഗ്രഹിച്ച് ആത്മശുദ്ധി വരുത്തി ആത്മഭാഷ കരസ്ഥമാക്കണം. ആത്മജ്ഞാനം ഗ്രഹിച്ച് ആത്മശുദ്ധി വരുത്തി ആത്മഭാഷ കരസ്ഥമാക്കണം. എങ്കിലേ ഇത് വർണ്ണിക്കാൻ കഴിയുള്ളൂ. എങ്കിലേ ഇത് വർണ്ണിക്കാൻ ഇപ്പോ കഴിയൂ. സ്തുതിയിൽ ഇടപെട്ട ആത്മാക്കൾ തുതിയിലോട്ട് ആത്മാക്കൾ ഇപ്പോൾ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ തമ്മിൽ കാണുമ്പോൾ കണ്ണുകൾ തമ്മിൽ പലതും പറയും. കണ്ണുകൾ തമ്മിൽ പലതും പറയും. മുഖത്തെ ഓരോ അംഗ ചലനങ്ങളും പലതും സംസാരിക്കും. മുഖത്തെ പല അംഗചലനങ്ങളും പലതും സംസാരിക്കും. അങ്ങനെ നിങ്ങൾ പരസ്പരം അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടുള്ളവരെന്ന് കൈ ഉയർത്തി കണ്ടാക്കണം. പലർക്കും അത് അനുഭവമായിട്ടുള്ളതാണ്. പലർക്കും അത് അനുഭവമായിട്ടുള്ളതാണ്. എങ്ങനെയാണത്? എങ്ങനെയാണ് തൊട്ടു മുമ്പ് അനുഭവിച്ച സുഖം തൊട്ട് മുമ്പ് അനുഭവിച്ച ഇവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ തമ്മിൽ തമ്മിൽ മുഖത്ത് നോക്കിയാൽ മതി, വേറെ ഒന്നും പറയണ്ട. തമ്മിൽ മുഖത്ത് നോക്കിയാൽ ആ സുഖം അങ്ങനെ പരസ്പരം സുഖിച്ചു വാഴ്ത്തുകയാണ്. അങ്ങനെ പരസ്പരം സുഖിച്ചു വാഴ്ത്തുകയാണ്. അങ്ങനെ ആത്മഭാഷ പഠിച്ചു തമ്മിൽ സുഖിച്ചു വാഴ്ത്താം. ആത്മജ്ഞാനം ഗ്രഹിച്ചു ആത്മം ശുദ്ധമാകുമ്പോൾ. ആത്മഭാഷ പഠിച്ചു തമ്മിൽ സുഖിച്ചു വാഴ്ത്താം. ഇങ്ങനെ ആത്മാവിനെ കരുതലോടുകൂടി വളർത്തുന്ന ഒരു പ്രത്യേക സന്നിധാനമാണിത്. ഇങ്ങനെ ആത്മാവിനെ കരുതലോടുകൂടി വളർത്തുന്ന ഒരു പ്രത്യേക സന്നിധാനമാണ്. ഈ മഹാകർമ്മത്തെ തിരിച്ചറിയാതെ ഈ മഹാകർമ്മത്തെ തിരിച്ചറിയാതെ നിസാരങ്ങളായ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഗുരുവിനോട് പിണക്കമോ വെറുപ്പോ വിദ്വേഷമോ തോന്നിക്കരുത്. നിസ്സാരമായ കാര്യങ്ങളോട് നിങ്ങൾ ഒരിക്കലും ഗുരുവിനോട് പിണക്കമോ വെറുപ്പോ വിദ്വേഷമോ വിചാരിക്കരുത്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ചെന്നൊരു കാര്യം പറഞ്ഞിട്ട് അമ്പൂറ്റി എന്നെ ശ്രദ്ധിച്ചില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു കാര്യം പറഞ്ഞ് കമ്പ്യൂട്ടർ എന്നെ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കാതെ ആരെങ്കിലും ശ്രദ്ധിക്കാതെ ഇരിക്കാൻ പറ്റുമോ? ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുമോ? ആരെങ്കിലും ശ്രദ്ധിക്കാതെ ഇരിക്കാൻ പറ്റുമോ? ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുമോ? ഗുരുവിന്റെ ശ്രദ്ധയില്ലാതെ ഗുരുവിന്റെ അറിവില്ലാതെ ഒരാളിന് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുമോ? ഗുരുവിന്റെ ശ്രദ്ധയില്ലാതെ ഗുരുവിന്റെ അറിവില്ലാതെ ഒരാൾക്ക് ഈ ലോകത്തിൽ ഒരിക്കലും കഴിയില്ല. നിനക്ക് ജന്മം തന്ന് ഇങ്ങോട്ട് അയക്കുന്നതിന് മുൻപേ നമുക്ക് ജന്മം തന്നെ ഇങ്ങോട്ട് അയക്കുന്നതിന് നിനക്ക് ജീവിക്കുവാനുള്ള സാഹചര്യവും നമുക്ക്
ജീവിക്കുവാനുള്ള നിനക്ക് സാഹചര്യം, അനുഭവിക്കുവാനുള്ള സർവ്വധാന്യങ്ങളും നമുക്ക് അനുഭവിക്കുവാനുള്ള സർവ്വധാന്യം, നിനക്ക് ഉപയോഗിക്കുവാനുള്ള സർവ്വധനങ്ങളും നമുക്ക് ഉപയോഗിക്കുവാനുള്ള സർവ്വധാന്യം, നിന്നോടുകൂടി ബന്ധപ്പെട്ട് ജീവിക്കുവാനുള്ള കാര്യങ്ങളും നമ്മളോടുകൂടി ബന്ധപ്പെട്ട് ജീവിക്കുവാനുള്ള കാര്യം എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് നിനക്ക് ജന്മം തന്നത്. എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് ജന്മം തന്നത്. എന്നിട്ടാണ് പോക ആത്മാവേ പോകണം ഭൂമിയിൽ അല്പനാൾ വാണിടുവാൻ എന്ന് കൽപ്പിച്ചയച്ചത്. എന്നിട്ടാണ് പോകാൻ ആത്മാവിനെ പോകണം ഭൂമിയിൽ എപ്പോഴാൾ വാണിടുവാനെന്ന് കൽപ്പിച്ചത്. ഇത് തിരിച്ചറിയാത്തവരാണ് ഈ സങ്കടം പറയുന്നത്. ഇത് തിരിച്ചറിയാത്തവരാണ് ഈ സങ്കടം പറയുന്നത്. അറിവില്ലാത്തവരെ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അറിവില്ലാത്തവരെ അങ്ങനെ ചിന്തിക്കുക. തിരക്കുള്ള ദിവസം ഓരോരുത്തർക്കും വ്യക്തിപരമായ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോകാൻ പറ്റുന്ന സമയമല്ല. തിരക്കുള്ള സമയത്ത് ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞ് ഇന്നും മനസ്സിലാക്കി പ്രഭാതത്തിൽ പല ആളുകളും പറഞ്ഞു എനിക്കൊരു കാര്യം പറയണം. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ അത് പറയാൻ പറ്റിയ സമയമല്ല, തിരക്കാണ് എന്നിങ്ങനെ പറഞ്ഞ് പലരെയും ഞാൻ ഒഴിവാക്കി വിട്ടു. പലരെയും ഞാൻ ഒഴിവാക്കി വിട്ടു. ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തൽക്കാലത്തേക്ക് ഒഴിവാക്കിയെന്നല്ലാതെ എൻ്റെ ഹൃദയത്തിൽ നിന്നോ ഈ ആദർശത്തിൽ നിന്നോ ഒഴിവാക്കിയെന്നാണോ എൻ്റെ അർത്ഥം? തൽക്കാലത്തേക്ക് ഒഴിവാക്കിയെന്നല്ലാതെ തിരുഹൃദയത്തിൽ നിന്നോ ആദർശത്തിൽ നിന്നോ ഒഴിവാക്കിയെന്നോ ഒരിക്കലുമല്ല. ഒരിക്കലുമല്ല. നിങ്ങളെ ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. എപ്പോഴും നമ്മളെ തിരുഹൃദയത്തിലേക്ക് നേർത്തു പിടിച്ചിരിക്കുന്നു. ഉന്നതനാകുന്ന ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലാണ് നിങ്ങൾ കരുതപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം. ദൈവത്തിന്റെ തൃക്കരങ്ങളിലാണ് നമ്മൾ കരുതപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉന്നതനാം ദൈവത്തിൻ്റെ നെഞ്ചകത്തിൽ ചേർന്നു. ഉന്നതനാം ദൈവത്തിൻ്റെ നെഞ്ചകത്തിൽ ചേർന്നു. തഞ്ചമായി ജീവിക്കുവാൻ ഭാഗ്യം കിട്ടിയ ജന്മം. ഉന്നതനാം ദൈവത്തിൻ്റെ നെഞ്ചകത്തിൽ ചേർന്നു. ഉന്നതനാം തഞ്ചമായി ജീവിക്കുവാൻ ഭാഗ്യം കിട്ടിയ ജന്മം. ഉന്നതനാം ദൈവത്തിൻ്റെ നെഞ്ചകത്തിൽ ചേർന്നു. തഞ്ചമായി ജീവിക്കുവാൻ ഭാഗ്യം കിട്ടിയ ജന്മം. ഉന്നതമാം അറിവു നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. സഞ്ചലങ്ങൾ കൂടാതെന്നും ജീവിതം തുടരാൻ. ആ ഉന്നതമാം അറിവു നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. സഞ്ചലങ്ങൾ കൂടാതെന്നും ജീവിതം തുടരാൻ. ആ ചഞ്ചലങ്ങൾ കൂടാതെന്നും തഞ്ചമായി വളർന്നാൽ. ചഞ്ചലങ്ങൾ കൂടാതെന്നും തഞ്ചമായി വളർന്നാൽ. നെഞ്ചകത്തിൽ ചേർത്തെടുക്കും ദിവ്യ പുരുഷൻ താൻ. ആ ചഞ്ചലങ്ങൾ കൂടാതെന്നും തഞ്ചമായി വളർന്നാൽ. നെഞ്ചകത്തിൽ ചേർത്തെടുക്കും ദിവ്യ പുരുഷൻ താൻ. ആ നെഞ്ചകത്തിൽ ചേർത്തെടുക്കും ദിവ്യ പുരുഷൻ താൻ. ഈ മഹാഭാഗ്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ മഹാഭാഗ്യം നമ്മൾ ഒരിക്കലും മറന്നുപോകും. അടുത്തു നിന്ന് എന്തെങ്കിലും കുശലം പറയുകയും സന്തോഷം പറയുകയും ചെയ്യുന്നതല്ല ഗുരുവുമായിട്ടുള്ള ബന്ധം. അടുത്ത് നിന്നെന്തെങ്കിലും കുശലം പറയുകയും സന്തോഷം പറയുകയും ചെയ്യുന്നതല്ല ഗുരുവുമായിട്ടുള്ളത്. പലരുടെയും ചിന്ത അങ്ങനെയാണ്, അടുത്ത് നിന്നും സംസാരിക്കാൻ പറ്റിയില്ല. പലരുടെയും ചിന്ത അങ്ങനെയാണ്, അടുത്ത് നിന്ന് സംസാരിക്കാൻ മനസ്സിലുള്ളതെല്ലാം പറയാൻ പറ്റിയില്ല. മനസ്സിലുള്ളതെല്ലാം പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയാ പലരും ചിന്തിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, ഇപ്പോൾ ഈ കൂട്ടത്തിലിരിക്കുന്നത് വളരെ വിദൂരത്തിലുള്ളവർ വളരെ കുറവാണ്. ഇപ്പോൾ ഈ കൂട്ടത്തിലിരിക്കുന്നത് വളരെ വിദൂരത്തിലുള്ളവർ വളരെ കുറവാണ്. എന്നാൽ വിദേശ രാജ്യത്തു നിന്ന് വന്നവരുണ്ട്, എന്നാൽ വിദേശ രാജ്യത്ത് നിന്ന് വന്നവരുണ്ട്, ബോംബെയിൽ നിന്ന് വന്നവരുണ്ട്, ബോംബെയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്നവരുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് രത്നഗിരിയിൽ നിന്ന് വന്നവരുണ്ട്, രത്നഗിരിയിൽ നിന്ന് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. ഈ ആത്മാക്കളെ കുറിച്ച് നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കണം. ഈ ആത്മാക്കളെ കുറിച്ച് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കണം. എപ്പോഴെങ്കിലും ഒരു സമയത്താണ് വന്നൊന്ന് കാണുന്നത്, ഒന്ന് മിണ്ടുന്നത്. എപ്പോഴെങ്കിലും ഒരു സമയത്താണ് വന്നൊന്ന് കാണുന്നത്. മിക്കവാറും വരുന്നതൊക്കെ വലിയ തിരക്കുള്ള സമയങ്ങളിലായിരിക്കും. മിക്കവാറും വരുന്നതൊക്കെ വലിയ തിരക്കുള്ള സമയങ്ങളിൽ. അപ്പോഴും കാര്യമായി ഒന്നും സംസാരിക്കാൻ പറ്റുകയില്ല. അപ്പോഴും കാര്യമായി ഒന്നും സംസാരിക്കാൻ അവർ പറ്റില്ല. പിന്നെ സംസാരിക്കുന്നത് എവിടെയാണ്? അപ്പോൾ പിന്നെ സംസാരിക്കുന്നത് എവിടെയാണ്? വീട്ടിൽ ഛായാചിത്രം പ്രതിഷ്ഠിക്കാനുള്ള സൗകര്യങ്ങളില്ല. ഛായാചിത്രം പ്രതിഷ്ഠിക്കാനുള്ള കാരണം സൗകര്യങ്ങളില്ല. ഒരു മുറിയിലായിരിക്കും മിക്കവാറും ആളുകൾ താമസിക്കുന്നത്. ഒരു മുറിയിലായിരിക്കും മിക്കവാറും അതിന്
അതിന്റെ ഒരു മൂലയ്ക്ക് ചെറിയൊരു ശ്രീകോവിൽ വെച്ച് അതിനുള്ളിൽ ഒരു ചെറിയ ഫോട്ടോ വെച്ച് അത് തുറന്നു വെച്ച് അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കും. എൻ്റെ ഗുരുവേ, എൻ്റെ ആത്മവല്ലഭ, എൻ്റെ കൂടെ എന്നുമെന്നും വാഴണേ നാഥ. എൻ്റെ ഗുരുവേ, എൻ്റെ ആത്മവല്ലഭ, എൻ്റെ കൂടെ എന്നുമെന്നും വാഴണേ നാഥ. എൻ്റെ ഗുരുവേ, എൻ്റെ ആത്മവല്ലഭ, എന്നുമെന്നും എൻ്റെ കൂടെ വാഴണേ നാഥ. എൻ്റെ ഗുരുവേ, എൻ്റെ ആത്മവല്ലഭ, എന്നുമെന്നും എൻ്റെ കൂടെ വാഴണേ നാഥ. ക്ലേശഭാരമെല്ലാം തീർത്തു രക്ഷ ചെയ്യുവാൻ, ക്ലേശഭാരമെല്ലാം തീർത്തു രക്ഷ ചെയ്യുവാൻ, എന്നുമെന്നും എൻ്റെ കൂടെ വാഴണേ നാഥ. ക്ലേശഭാരമെല്ലാം തീർത്തു രക്ഷ ചെയ്യുവാൻ, എന്നുമെന്നും എൻ്റെ കൂടെ വാഴണേ നാഥ. നിമിഷം പോലും എന്നെ പിരിയരുതേ 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 നാഥ. അളവില്ലാത്ത ആനന്ദത്തിൽ കരുതണമേ നാഥ. നിമിഷം പോലും എന്നെ പിരിയരുതേ നാഥ. അളവില്ലാത്ത ആനന്ദത്തിൽ കരുതണമേ നാഥ. ഓ, നേരിട്ട് കാണാൻ കഴിയുന്നില്ല, നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഈ വേദനകളോടുകൂടി ആ കുഞ്ഞു ഛായാചിത്രത്തിന്റെ മുന്നിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അത് ചിരിക്കുന്നതായിട്ടും സംസാരിക്കുന്നതായിട്ടും ഇറങ്ങിക്കൂടെ ചെല്ലുന്നതായിട്ടും ആരാധനാ വേദിയിൽ എഴുന്നള്ളി ഇരിക്കുന്നതായിട്ടും ഒക്കെ അവരുടെ ഹൃദയത്തിൽ ആ ദൃശ്യങ്ങൾ സാധ്യമാക്കി കൊടുക്കുകയാണ്. എന്തുകൊണ്ട്? അഖിലാണ്ടം ശോഭിക്കുന്ന പരമപുരുഷോത്തമനാണ് പരമഗുരു. യാതൊരു ഭേദവുമില്ലാതെ എല്ലാ ഇടങ്ങളിലും വാഴുന്ന പരമശക്തനാണ് പരമഗുരു. ആ ശക്തനെ അല്ലെങ്കിൽ ശക്തിയെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവരുടെ അങ്ങനെയുള്ളവരുടെ അവസ്ഥ നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഈ വിധത്തിൽ ദുഃഖം ഉണ്ടാവുകയില്ല. നിങ്ങൾ കാഴ്ചയിൽ ഒരിക്കൽ വന്ന് കാണാം, അല്ലെങ്കിൽ ഇട ദിവസം അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണാം, അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും വന്ന് കാണാം. ഒന്നുമില്ലാതെ വർഷങ്ങൾ കൂടിയിരിക്കുമ്പോൾ വന്ന് കാണുന്ന ഇവരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളെല്ലാം നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരാണല്ലോ. ഈ സർവജ്ഞാനോത്സവം നടക്കുന്ന സമയത്ത് ഏറ്റവും ഗംഭീരമായി നടത്തപ്പെട്ടത് വിദേശ രാജ്യങ്ങളിലെ ഉത്സവാഘോഷങ്ങളാണ്. പലവിധ പരീക്ഷണങ്ങൾ അവിടെ ഉണ്ടായി, പലവിധ മുടക്കങ്ങൾ ഉണ്ടായി. ഓരോ രാജ്യങ്ങളിലും അതിൻ്റെതായ നിയമങ്ങളും ബന്ധനങ്ങളും ഉണ്ടായിരുന്നു. അതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അനേകങ്ങളെ ഒത്തുചേർത്ത് ആ സർവജ്ഞാനോത്സവം വിദേശ രാജ്യങ്ങളിൽ എത്ര രാജ്യങ്ങളിൽ ആഘോഷിക്കപ്പെട്ടു, എത്രയെത്ര സന്താനങ്ങൾ ചേർക്കപ്പെട്ടു, എത്രയെത്ര പുതിയ ഹൃദയങ്ങളിലേക്ക് ഇത് അറിയിക്കപ്പെട്ടു.
ആശ്രയിച്ച് അപേക്ഷിച്ചാൽ കൈവിടുകയില്ല പരമാത്മാവ്. ആശിക്കും നന്മകൾ നൽകുന്ന ദൈവമേ, അങ്ങയെ എന്നും ഞാൻ വാഴ്ത്തിയിടുന്നേ. 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 ആശ്വസിപ്പിക്കണേ, ആനന്ദം നൽകണേ, മാറാതെ ആത്മാവിൽ വാഴണമേ. ആശ്വസിപ്പിക്കണേ, ആനന്ദം നൽകണേ, മാറാതെ ആത്മാവിൽ വാഴണമേ. ആശ്വസിപ്പിക്കണേ, ആനന്ദം നൽകണേ, മാറാതെ ആത്മാവിൽ വാഴണമേ. ആശ്വസിപ്പിക്കണേ. ആനന്ദം നൽകണേ, മാറാതെ ആത്മാവിൽ വാഴണമേ. ഇപ്പോൾ അറിവിൽ കൂടി ജീവിക്കുന്നവർക്ക് എവിടെയും ഗുരുവുണ്ട്. അറിവിൽ കൂടി ജീവിക്കുന്നവർക്ക് എവിടെയും അവർ ഒരു കാരണവശാലും ഗുരുവിനെ വിട്ടു പോവുകയില്ല. അവർ ഒരു കാരണവശാലും ഗുരുവിനെ വിട്ടു ഇനി പോകുകയില്ല. ഗുരു തന്നെ പറയാണ് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞാൽ പോലും അവർ പോവുകയില്ല. ഗുരു തന്നെ പറയുകയാണ് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞാൽ പോലും അവർ പോവുകയില്ല. എന്തുകൊണ്ട്? ഗുരു ആരാണെന്നുള്ളിൽ അറിവായിരിക്കുകയാണ്. ഗുരു ആരാണെന്ന് ഉള്ളിൽ അറിയാം. തുള്ളിക്കളിക്കുന്നു വെള്ളത്തിലെന്ന പോൽ ഉള്ളത്തിലൻ ഗുരു എല്ലാ നാളും. ഗുരുവിനെ അറിഞ്ഞ ആത്മാവിന്റെ അവസ്ഥയാണത്. ഗുരുവിനെ അറിഞ്ഞ ആത്മാവിന്റെ അവസ്ഥയാണ്. അവർക്ക് ഇഹപരലോകത്തിൽ ഗുരുവല്ലാതെ വേറെ ഒന്നുമില്ല. അവർക്ക് യൗവനലോകത്തിൽ ഗുരുവല്ലാതെ വേറെ ഒന്നുമില്ല. മാതാപിതാക്കൾ വെറുത്തു എന്ന് പറഞ്ഞാലും മാതാപിതാക്കൾ വെറുത്തു എന്ന് പറഞ്ഞാൽ ഗുരുവിനെ വെറുക്കുകയില്ല. ഗുരുവിനെ വെറുക്കുകയില്ല. എന്തുകൊണ്ട്? ആത്മബന്ധം ഇതൊരാത്മബന്ധം, ഒരിക്കലും അഴിയാത്ത ആത്മബന്ധം. ആത്മബന്ധം ഇതൊരാത്മബന്ധം, ഒരിക്കലും അഴിവില്ലാത്ത ആത്മബന്ധം. പരമ
അപ്പോ സത്യമായ ജീവിതം ചെയ്യുന്നവർക്കാണ് അഴിവില്ലാത്ത ആത്മബന്ധം അനുഭവമാകുന്നത്. സത്യമായി ജീവിതം ചെയ്യുന്നവർക്കാണ് അഴിവില്ലാത്ത ആത്മബന്ധം. സത്യവിരുദ്ധമായി പോയാൽ സത്യവിരുദ്ധമായി പോയാൽ ആ ചങ്ങല കണ്ണികൾക്ക് കേടുവരും. ചങ്ങലക്കണ്ണികൾക്ക് കേടുവരും. എന്തെങ്കിലും ഒരു ചെറിയ ബലം പ്രയോഗിക്കുമ്പോൾ അത് പൊട്ടിപ്പോകും. എന്തെങ്കിലും ഒരു ചെറിയ ബലം പ്രയോഗിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ കിടക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നും. വെറുതെ കിടക്കുമ്പോൾ നല്ലതാണെന്ന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. വെറുതെ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി, എപ്പോൾ പൊട്ടിപ്പോകും. വെറുതെ ഒന്ന് പിടിച്ചാൽ അത് പൊട്ടിപ്പോകും. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അതിന് സത്യത്തിന്റെ തപോബലമില്ല. അതിന് സത്യത്തിന്റെ തപോബലമില്ല. ആ തപോബലത്തോടുകൂടി ജീവിച്ചെങ്കിലേ ഈ ബന്ധം അഴിവില്ലാതെ ആ നിലനിൽക്കുകയുള്ളൂ. തപോബലത്തോടുകൂടി ജീവിച്ചെങ്കിലേ ഈ ബന്ധം അപ്പൊ അഴിവില്ലാതെ ജീവിക്കുക എന്നും ജീവിക്കുക സദ്ഗുരുവോടൊത്ത് ജീവിക്കുക. ജീവിക്കുക എന്നും ജീവിക്കുക സദ്ഗുരുവോടൊത്ത് ജീവിക്കുക. അന്യമായും മാലിന്യമായ ഒരു ചിന്ത പോലും ആത്മാവിൽ കടന്നു വരാതെ സൂക്ഷിച്ച് ജീവിക്കുക. അന്യമായോ മാലിന്യമായോ ഒരു ചിന്ത പോലും മനസ്സിൽ കടന്നു വരാതെ സൂക്ഷിച്ച് സത്യം പാലിച്ച് ജീവിക്കുവാൻ തീരുമാനിക്കണം സത്യം പാലിച്ച് ജീവിക്കുവാൻ തീരുമാനിക്കണം എന്ന് പ്രഖ്യാപിച്ച ഗുരുവാണ് ശുഭാനന്ദ ഗുരു. എന്ന് പ്രഖ്യാപിച്ച ഗുരുവാണ്. അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. തീരുമാനം എന്ന് പറഞ്ഞാൽ അത് തീരുമാനമാണ്. തീരുമാനം എന്ന് പറഞ്ഞാൽ അത് അതിനപ്പുറമോ ഇപ്പുറമോ ഒരു വാക്കെടുക്കാനില്ല. അപ്പുറമോ ഇപ്പുറമോ ഒരു വാക്ക്. കാരണം അഴിയാത്ത ആ തീരുമാനമാണ് തീരുമാനം. അഴിയാത്ത തീരുമാനമാണ് തീരുമാനം. ആ തീരുമാനത്തോടുകൂടി ആ തീരുമാനത്തോടുകൂടി ലോക ജീവിതാന്ത്യം വരെയും ജീവിതാന്ത്യം വരെ സദ്ഗുരു മുമ്പാകെ സത്യം പാലിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സത്യം പാലിച്ച് ജീവിച്ചുകൊള്ളാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സത്യവിരുദ്ധമായി ഒന്നും പിന്നെ ജീവിതത്തിൽ കടന്നു വരാൻ അനുവദിക്കരുത്. സത്യവിരുദ്ധമായ ഒന്നും പിന്നെ ജീവിതത്തിൽ കടന്നു വരാൻ നിയമമാകുന്ന വേലി അങ്ങനെ ചുറ്റും നിയമമാകുന്ന വേലി അങ്ങനെ ചുറ്റി കെട്ടി അതിന്റെ നടുക്ക് സുരക്ഷിതനായി ജീവിച്ചു കൊള്ളണം. എല്ലാവർക്കും സുരക്ഷിതരായി ജീവിച്ചു ആ വേലിക്ക് കേടുകൂടാതെ സൂക്ഷിക്കേണ്ടത് അവരവരുടെ കടമയാണ്. വേലിക്ക് കേടുകൂടാതെ സൂക്ഷിക്കേണ്ടത് അവരവരുടെ കടമയാണ്. ആ നിയമമാകുന്ന വേലിയാണ് തന്നിരിക്കുന്നത്. നിയമമാകുന്ന വേലിയാണ് തന്നിരിക്കുന്നത്. അത് എങ്ങനെ കെട്ടണമെന്നും അതെങ്ങനെ കെട്ടണം, എങ്ങനെ നിലനിർത്തണമെന്നും എങ്ങനെ നിലനിർത്തണം കൃത്യമായും പറഞ്ഞു തന്നിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ പ്രകാരം നിയമമാകുന്ന വേലി കെട്ടി അതിൻ പ്രകാരം നിയമമാകുന്ന വേലി കെട്ടി ആ ദുഷ്ടമൃഗങ്ങളൊന്നും അകത്ത് പ്രവേശിക്കാതെ ദുഷ്ടമൃഗങ്ങളൊന്നും അകത്ത് പ്രവേശിക്കാതെ തസ്കരന്മാരൊന്നും അകത്ത് പ്രവേശിക്കാതെ തസ്കരന്മാരൊന്നും അകത്ത് പ്രവേശിക്കാതെ അഷ്ടാഹങ്കാരാദി ദോഷങ്ങളാകുന്നു തസ്കരന്മാരെന്ന് ചൊല്ലുന്നത്. അഷ്ടാഹങ്കാരാദി ദോഷങ്ങളാകുന്നു തസ്കരന്മാരെന്ന്. അങ്ങനെയുള്ള തസ്കരന്മാരൊന്നും അകത്ത് കിടക്കാതെ അങ്ങനെയുള്ള തസ്കരന്മാരൊന്നും അകത്ത് ആ വേലിക്കുള്ളിൽ ആ വേലിക്ക് സുരക്ഷിതരായി സുരക്ഷിതരായി സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിതം ചെയ്യുവാൻ ആത്മബോധോദയ സംഘാംഗങ്ങളെ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. സംഘാംഗങ്ങളെ നമ്മൾ ഒരുങ്ങി ആത്മബോധ സ്വരൂപന്റെ ശിഷ്യ സന്താനങ്ങളെ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. സർവലോകവും നിങ്ങൾക്ക് താഴെ ഉള്ളൂ. സർവലോകവും നിങ്ങൾക്ക് താഴെ ഉള്ളൂ. കാരണം നിങ്ങൾ ദൈവത്തെ കണ്ടവരാണ്. നിങ്ങൾ ദൈവശബ്ദം കേട്ടവരാണ്. നിങ്ങൾ ദൈവനിയമം പാലിക്കുന്നവരാണ്. നിങ്ങൾ ദൈവനാമം സ്തുതിക്കുന്നവരാണ്. നിങ്ങളെ ദൈവം കരുതി രക്ഷിക്കുന്നവരാണ്. സർവദേവീദേവന്മാർ പോലും നിങ്ങൾക്ക് താഴെ ഉള്ളൂ. അതുകൊണ്ടാണ് ദൂതന്മാരെല്ലാം എഴുന്നള്ളത്തായി അവതാരമായി വന്ന ഗുരുരൂപം സ്വന്തം ഭക്തന്മാർ എഴുന്നള്ളുന്നു എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ഏത് നിലയിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച ധാരാസ്തുതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചതാണ്. ആ വിധത്തിൽ നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക. നിങ്ങളെ ദൈവം എങ്ങനെയാണ് കരുതുന്നത്? തിരിച്ച് നിങ്ങൾ ദൈവത്തെ അതുപോലെ കരുതുന്നുണ്ടോ? ആ നിങ്ങൾ ദൈവത്തെ ആ വിധത്തിൽ അന്വേഷിക്കുന്നുണ്ടോ? ദൈവത്തെ ആ വിധത്തിൽ അംഗീകരിക്കുന്നുണ്ടോ? ദൈവത്തെ ആ വിധത്തിൽ പൂജിക്കുന്നുണ്ടോ? ദൈവത്തെ ആ വിധത്തിൽ നിങ്ങൾ ഹൃദയത്തിൽ കാണുന്നുണ്ടോ? അങ്ങനെ കാണുവാൻ, അങ്ങനെ കേൾക്കുവാൻ, അങ്ങനെ അറിയുവാൻ, അങ്ങനെ അന്വേഷിക്കുവാൻ, അങ്ങനെ ആരാധിക്കുവാൻ അറിവും കഴിവും മനഃശക്തിയും മഹാശക്തി നിങ്ങൾക്ക് ദാനം ചെയ്യുമാറാകട്ടെ. ഉന്നതരായി ലോകത്തിൽ ജീവിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ധാരാസ്തുതിയുടെ സമാപനമാണ്. നിങ്ങൾ ഓരോരുത്തരും ഓടിയെത്തി ഈ മഹാസന്ദർഭത്തെ കാണുവാനാണ്. ഈ ലോകത്തിൽ
കാണാത്ത അത്യപൂർവമായ ഒരു കാഴ്ചയാണിത്. ഈ ലോകത്തിൽ കാണാത്ത അത്യപൂർവമായ ഒരു കാഴ്ചയാണ്. ആ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ, വിഷ്ണുദൂതന്മാരും വിഷ്ണുദൂതന്മാർ, ആ ഭൂതഗണങ്ങളും ഭൂതഗണങ്ങളും ദേവീദേവന്മാരും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് മഹാശക്തിയെ പൂജിക്കുന്ന അവസരമാണിത്. ഒത്തുചേർന്നുകൊണ്ട് മഹാശക്തിയെ പൂജിക്കുന്ന ഇത് ഒന്നിച്ചു കാണുവാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരമാണിത്. ഒന്നിച്ചു കാണുവാൻ നമുക്ക് ലഭിക്കുന്ന നിങ്ങളുടെ ഹൃദയം ഒരുക്കിക്കൊണ്ട് ആ സമാപനത്തിൽ പങ്കെടുക്കുക. ഒരുക്കിക്കൊണ്ട് ആ സമാപനത്തിൽ ഏവർക്കും അത് അനുഭവമാകുമാറാകട്ടെ. നിങ്ങൾ അർപ്പിച്ച നേർച്ചകളെല്ലാം ഞാനിതാ സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് ഗുരുദക്ഷിണയാണ്. ഗുരുദക്ഷിണ അർപ്പിച്ചിട്ടാണ് സമാപന ചടങ്ങ് നടത്തുന്നത്. യജ്ഞം ആരംഭിക്കുമ്പോഴും സമർപ്പിക്കുമ്പോഴും ഗുരുദക്ഷിണ അർപ്പിക്കുക എന്നതൊരു ചടങ്ങാണ്. ഭക്തിയോടുകൂടി അതെല്ലാം ചെയ്യുക. മഹാശക്തി സ്വീകരിച്ചു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ നമ്മുടെ ദിവ്യ മനോഹര മഹാഗോപുരം ഏറ്റവും വേഗത്തിൽ അത് പൂർത്തീകരിക്കപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനിയും പ്രാർത്ഥിക്കുക, ആർത്തിയോടെ പ്രാർത്ഥിക്കുക. മഹാശക്തി നിങ്ങൾക്കായി തുറന്ന് ദാനം ചെയ്യുമാറാകട്ടെ. ആ അനേകം ദുരിതങ്ങളെ കുറിച്ച് മുൻവിധികളോടെ ഓരോരുത്തരും ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. എന്നാൽ ദൈവം ലോകത്തിൽ ഓരോന്നും സ്ഥാപിക്കുന്നത് ആത്മലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആത്മബോധോദയ സംഘാംഗങ്ങളാകുന്ന നിങ്ങളാരും ഒരു ചതിക്കുഴിയിലും പോയി പെടരുത്. ആവശ്യമില്ലാത്ത പ്രലോഭനങ്ങൾ പോയി വഴിപ്പെടരുത്. ആവശ്യമില്ലാത്ത ഭയം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കരുത്. ഈ ലോകത്തിൽ ഈ മഹാദേവാലയത്തെ ദൈവം ഏത് വിധത്തിലാണ് സ്വീകരിച്ചതെന്നും ഏത് വിധത്തിലാണ് നിലനിർത്തിയെന്നും ആ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്റെ ഹൃദയത്തിന്റെ വിലയാണ് ഈ ദേവാലയം. എന്റെ ഹൃദയത്തിന്റെ വിലയാണ് ഈ ദേവാലയം. എന്നെ എന്തെല്ലാം പറഞ്ഞ് നിക്ഷേപിച്ചു, ഇവിടെ ഓടിച്ചു വിട്ടു. ഞാൻ ഈ സ്ഥലം ഉപേക്ഷിച്ചില്ല. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചില്ല. ഈ ദേവാലയം ഞാൻ ഉപേക്ഷിച്ചില്ല. കരുത്തോടെ ശക്തിയോടെ പുനരുജ്ജീവിപ്പിച്ച് ആർത്ത് വളർത്തിക്കൊണ്ടുവരികയാണ്. ഇത് നിങ്ങൾക്ക് ആശ്വസിക്കുവാനും ആനന്ദിക്കുവാനും വേണ്ടിയാണ്. ഈ ലോകത്തിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഒരിക്കലും നിങ്ങളെ ഒരു ദുരിതവും ദുരന്തങ്ങളും ബാധിക്കുകയില്ല. ചങ്കൂറ്റത്തോടുകൂടി ആശ്രയത്തോടുകൂടി നിങ്ങൾ ദൈവത്തെ വിളിച്ചുകൊള്ളുക. നിങ്ങൾ ദൈവത്തെ ആശ്രയിച്ചുകൊള്ളുക. ദൈവത്തെ ആരാധിച്ചുകൊള്ളുക. നിങ്ങൾക്ക് രക്ഷകനായി ദൈവം എന്നും ഈ ഭൂമിയിലുണ്ട്. എന്നും ഈ ഭൂമിയിലുണ്ട്. മാറ്റമില്ലാതെ ഇവിടെയുണ്ട്. മരണമില്ലാതെ ഇവിടെയുണ്ട്. ഇനി നിങ്ങൾ സംശയിക്കണ്ട. ഒരു കാരണവശാലും സംശയിക്കണ്ട. ദൈവം നിങ്ങൾക്കായി എന്നും ഈ ഭൂമിയിൽ ഉണ്ടാകും. ആ വിധത്തിൽ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പടുത്തുയർത്തുന്ന മഹാഗോപുരം ഉന്നതമായി പൂർത്തീകരിക്കപ്പെടുവാൻ മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായതിന്റെ രൂപത്തെ ഈ ലോകത്തിലേക്ക് അവതരിപ്പിക്കുവാൻ ആത്മദീപമായി ജ്വലിപ്പിച്ച് നിലനിർത്തിയിരിക്കുന്ന ഉന്നതമായ ആ ജന്മം അതും മനസ്സിലാക്കണമെങ്കിൽ അറിവുള്ളവർക്കേ സാധിക്കുകയുള്ളൂ. എങ്കിലും ഞാൻ അറിയിക്കുന്ന അറിവിൽ കൂടി നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആരോഗ്യത്തോടുകൂടി എന്നും കാണുവാൻ പ്രാർത്ഥിക്കുക. അതുപോലെ സപതികളെയും ശില്പികളെയും എല്ലാം കരുതപ്പെടട്ടെ. ഈ സ്തുതിയിൽ പങ്കെടുത്തവരെയും പങ്കെടുക്കാൻ കഴിയാതെ ഇന്ന് വന്നവരെയും ഇന്നും വരാൻ കഴിയാതെ ഭവനങ്ങളിൽ ഇരിക്കുന്നവരെയും വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന എന്റെ മനോമനകളെയും എല്ലാം ഓർത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഈ ആനന്ദം ലഭിക്കുമാറാകട്ടെ. സർവശക്തിയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മതി വരുമോ കണ്ണാ നിന്നുടെ കളിയാട്ടം. മതി വരുമോ കണ്ണാ നിന്നുടെ കളിയാട്ടം. മതി വരുമോ കണ്ണാ നിന്നുടെ കളിയാട്ടം. കളങ്ക
പൂർണ്ണമായ ശുഭാനന്ദ രൂപത്തെ എൻ്റെ ഹൃദയത്തിൽ കാണുവാൻ സർവശക്തി അനുഗ്രഹിക്കണമേ എന്ന ആശ്രയത്തോടെ വേണം ഈ കാഴ്ചകൾ കാണുവാൻ. അതാണ് നിങ്ങളിലേക്ക് അനുഭവം എത്തിക്കുന്നത്. ഇങ്ങനെ സർവർക്കും അനുഭവമാകട്ടെ. ഓം ശ്രീ ശുഭാനന്ദായ നമ എന്ന മന്ത്രം കലിയുഗത്തിൽ ഖഡ്ഗവതാരമായി വന്ന ശുഭാനന്ദ ദിവ്യരൂപത്തെ ആത്മാവിൽ ആവാഹിക്കുവാൻ തിരിച്ചുദയമായി വന്ന് നമുക്ക് ദാനം ചെയ്ത മന്ത്രം, നവാക്ഷരി മന്ത്രം. അത് വളരെ ശക്തമായി ഉരുവിടുകയും അതോടൊപ്പം മണിനാദം, ശംഖുനാദം, കർപ്പൂരദീപം, വിവിധ വാദ്യമേളങ്ങൾ എന്നിവയോടുകൂടിയാണ് നമ്മുടെ സമാപനം നടക്കുന്നത്. എല്ലാവരും വളരെ ഭക്തിയോടുകൂടി ഈ ദൃശ്യങ്ങൾ കാണുക. സർവശക്തി നിങ്ങളുടെ ഹൃദയത്തിൽ എഴുന്നള്ളുക. എപ്പോഴും എല്ലാ സമർപ്പണ വേളയിലും എല്ലാ വിശേഷ ദിവസങ്ങളിലും ഞാൻ എൻ്റെ ഹൃദയം നിറച്ച് ഓർക്കുന്ന, സന്തോഷിക്കുന്ന ഒരു കാര്യം നിങ്ങളെ അറിയിക്കാറുണ്ട്. ഇത്രയും പൊന്നോമന മുഖങ്ങളെ ഒരുമിച്ച് കാണുവാൻ ഇടയാക്കിയ മഹാശക്തിയെ നന്ദിയോടെ സ്തുതിക്കുക. ഉന്നതനാകുന്ന ദൈവം ഒരു മുഖം കാണുവാൻ, ഒരു ആത്മാവിനെ കാണുവാൻ എത്ര നാൾ നഗ്നവാദനായി ഈ ലോകത്തിൽ സഞ്ചരിച്ചത്, എത്ര നാൾ പട്ടിണി കിടന്നതാണ്, എത്ര നാൾ തപസ്സനുഷ്ഠിച്ചതാണ്. അതിൻ്റെ ഫലമാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് ചിന്തിക്കുമ്പോൾ നന്ദിയോടും ഭക്തിയോടും ആശ്രയിച്ചു ജീവിക്കുന്ന ഭക്തരായവർക്കു നിത്യം അനുഭവിക്കാം. എന്നും ഈ സുഖവും സന്തോഷവും അനുഭവിക്കുവാൻ ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുവാനാണ്. ഈ പ്രാവശ്യത്തെ താരാസ്തുതിയുടെ മഹിമാവിശേഷങ്ങളാണ് ഇന്നത്തെ ആരാധനയിൽ ഞാൻ നിങ്ങളെ അറിയിച്ചത്. അത് നിലനിർത്തുവാനുള്ള മാർഗങ്ങളാണ് നിങ്ങളെ വീണ്ടും ഞാൻ ഉത്ബോധിപ്പിച്ചത്. ഇതൊന്നും നഷ്ടമാക്കാതെ സൂക്ഷിച്ച് ജീവിക്കുവാൻ ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുവാനാണ്. നമ്മുടെ സർവജ്ഞാനോത്സവത്തിൻ്റെ ശാഖാതലത്തിലുള്ള ആദ്യ നടപടിക്രമങ്ങൾ ആരംഭിച്ചത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. എവിടെയായിരുന്നു? എറണാകുളത്തായിരുന്നു. കണ്ടോ, എൻ്റെ കുഞ്ഞുങ്ങൾക്കത് വളരെ ഓർമ്മയാണ്. കാരണം വളരെ വിശേഷപ്പെട്ട കർമ്മങ്ങളോടെയാണ് നമ്മൾ ആ ഉദ്ഘാടന കർമ്മവും സർവജ്ഞാനോത്സവവും ആഘോഷിച്ചത്. വളരെ നാളത്തെ നമ്മുടെ ആഗ്രഹമായിരുന്നു എറണാകുളത്തെ സ്ഥാപനം. ഇപ്പോൾ താൽക്കാലികമായെങ്കിലും കെട്ടിയുണ്ടാക്കിയ ആ സ്ഥാപനത്തിൽ നമ്മൾ ആ സർവജ്ഞാനോത്സവത്തോടുകൂടി അതിൻ്റെ ആ ഉദ്ഘാടനം നടത്തി. അത് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വരുന്ന 17-ാം തീയതി അതിൻ്റെ വാർഷിക മഹോത്സവമാണ്. കഴിയുന്നിടത്തോളം സന്താനങ്ങൾ അവിടെ പോയി ആ കർമ്മങ്ങൾ പങ്കെടുക്കണമെന്ന് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. അതുപോലെ സെപ്റ്റംബർ മാസം 5-ാം തീയതി നമ്മുടെ പഴയ ഭക്തന്മാർക്കെല്ലാം കൃത്യമായി ഓർമ്മയുള്ള ഒരു ദിനമാണ് സെപ്റ്റംബർ 5.
എന്താണ് അതിൻ്റെ പ്രത്യേകത? തിരിച്ചെഴുന്നള്ളി വന്ന തിരുവുടൽ കൂടി കോട്ടയം ചൂട്ടുവേലിയിലേക്ക് എഴുന്നള്ളിയ ദിനമാണ്. ദൂതപരിവാര സമേതം പൊന്നുതിരുമേനി നേരിട്ട് എഴുന്നള്ളി ഉദ്ഘാടനം ചെയ്ത ദിനമാണ്. ആ ദിനത്തിൽ വീണ്ടും അവിടെ വാർഷികം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഉന്നതമായ ദിനത്തിൽ അത് നടക്കണം. അതിന് സർവാത്മാക്കളും കഴിയുന്നിടത്തോളം സന്താനങ്ങൾ അവിടെ പോയി ആ കർമ്മങ്ങൾ പങ്കെടുക്കണം. 3, 4, 5 തീയതികളിലായിട്ടാണ് അത് നടക്കുന്നത്. അതുപോലെ ഓതറ ശാഖാശ്രമത്തിൻ്റെ വാർഷികം കണക്കും പ്രകാരം 14-ാം തീയതിയാണ്, സെപ്റ്റംബർ 14-ാം തീയതിയാണ് വരേണ്ടത്. പക്ഷേ അത് ഓണത്തിൻ്റെ ഉത്രാടമായതിനാൽ നമ്മൾ കുറച്ചുകൂടി മുൻപോട്ട് നീക്കി 7, 8, 9 തീയതികളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ 9-ാം തീയതിയാണ് വാർഷികം. അവിടെയും കഴിയുന്നിടത്തോളം സന്താനങ്ങൾ പോയി പങ്കെടുത്ത് അതും വിജയപ്രദമാക്കണം. നമ്മൾ സർവജ്ഞാനോത്സവം നടത്തിയപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എല്ലാം മറന്ന് ധനശേഷി ഉണ്ടെന്നോ അല്ലെങ്കിൽ വീട്ടിൽ സൗകര്യമുണ്ടെന്നോ യാത്രാ സൗകര്യമുണ്ടെന്നോ അല്ലെങ്കിൽ ഔദ്യോഗിക തലത്തിൽ അതിനുള്ള അവധിയുണ്ടെന്നോ ഒന്നും നോക്കാതെ എത്രയോ സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി പങ്കെടുത്തു, നടത്തി, വിജയിപ്പിച്ചു. അതിൻ്റെ ഫലം നിങ്ങളിൽ ആനന്ദമായി ലഭിച്ചു എന്ന് സമ്മതിക്കുന്നവരത് കൈയുയർത്തിക്കൊണ്ട് ഈ ആനന്ദം വീണ്ടും 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 നിങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുമ്പോഴാണ് അത് നിത്യാനന്ദമായി ഭവിക്കുന്നത്. അങ്ങനെ നിത്യാനന്ദ രാജ്യത്തിലേക്ക് എത്തിക്കുവാനാണ് നിത്യാനന്ദ സമ്പൂർണ്ണനാകുന്ന ജഗദീശ്വരൻ വന്ന് ഈ കർമ്മങ്ങളെല്ലാം ലോകത്തിൽ വ്യവസ്ഥപ്പെടുത്തി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ആളുകൾ ഈ കർമ്മങ്ങളിലൊക്കെ പോയി ബന്ധപ്പെടുക. അതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നിയമം ആത്മബോധോദയ സംഘത്തിലുണ്ട്. ഗുരുപൂജയല്ലാതെ ഒരു പൂജ എന്തിന്? തലേ ദിവസം ഒരു പൂജയുണ്ട്. അതിനകത്ത് മദ്യവും അതുപോലെയുള്ള ലഹരി വസ്തുക്കളും വെച്ച് പിതൃപൂജയായിരുന്നു ചെയ്തത്. മദ്യവും മാംസവും കഞ്ചാവും അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ച് പിതൃപൂജ നടത്തുക. പിതൃക്കൾ വന്ന് ഇത് അനുഭവിക്കുമോ? ഇല്ല. ആരാ പിന്നെ അനുഭവിക്കുന്നത്? വീട്ടുകാരൻ തന്നെ എടുത്ത് അനുഭവിക്കും. അനുഭവിച്ചിട്ടോ ബോധം കെട്ട് വീട്ടിൽ വാങ്ങിക്കൊണ്ട് വെച്ചിരുന്ന ഓണം ഒരുങ്ങാൻ വേണ്ടി വെച്ചിരുന്ന സർവ്വസാധനങ്ങളും തട്ടി മറിച്ച് നശിപ്പിച്ച് ഓണം എന്താക്കും? വശക്കേടാക്കും, അല്ലേ? പിന്നെ പാവത്തുങ്ങൾ അമ്മയും മക്കളും കൂടെ ഈ തട്ടിക്കളഞ്ഞതെല്ലാം ഞുള്ളിപ്പറക്കും മണ്ണിൽ നിന്ന്. അന്ന് മിക്കവാറും വീടിനുള്ളിലെല്ലാം മണ്ണാണ്, അല്ലെങ്കിൽ ചാണകം തളിച്ചതായിരിക്കും. സിമെൻ്റ് ഇട്ടതൊക്കെ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് ആ സിമെൻറ്റുമൊക്കെ വന്നത്. മിക്കവാറും വീടിനുള്ളിൽ ചാണകം മെഴുകുക എന്നാണ് പറയുന്നത്. അത് കുറച്ച് ഗ്രേഡ് കൂടിയ വീട്ടിലാണ് ചാണകം മെഴുക്ക്. അതിന് താഴെ ഉള്ളിടത്തെല്ലാം മണ്ണ് തന്നെയാണ്. അപ്പോൾ ഈ മണ്ണിനകത്തു നിന്ന് ഈ അരിയും കടലയും പരിപ്പും ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ഈ പാവങ്ങൾ കുത്തിയിരുന്ന് ഞുള്ളിപ്പറക്കി പിന്നെ കഴുകിയെടുത്ത് പിറ്റേന്ന് കിട്ടിയത് വെച്ചൊരു ഓണം ഒരുങ്ങി ഉണ്ണും. അവിടെ ദുഃഖമാണോ സന്തോഷമാണോ? അപ്പം ഈ ദുഃഖം മാറ്റാൻ പിതൃപൂജ ഒഴിവാക്കി ഗുരുപൂജ സ്ഥാപിച്ചു. ആര്? കലിയുഗാവതാര പുരുഷോത്തമൻ. അതാണ് ഉത്രാട പൂജ. ചിങ്ങമാസത്തിലെ ഉത്രാട നക്ഷത്രത്തിൽ വൈകുന്നേരം പൂജാമുറിയിൽ ഒരു ഇലയോ അല്ലെങ്കിൽ ശുദ്ധമായൊരു പാത്രമോ വെച്ച് നിങ്ങൾ ഓണം ഒരുങ്ങി ഉണ്ണാൻ വാങ്ങി വെച്ചിരിക്കുന്ന സാധന സാമഗ്രികൾ അരിയും നാളികേരവും പച്ചക്കറികളും എല്ലാം അല്പാൽപമായി എടുത്ത് അവിടെ വെച്ച് ഒരുക്കി അവിടെ ഒരു ദക്ഷിണയും വെച്ച് ഗുരുവും തൻ്റെ ശിഷ്യനും കൂടി ഇത് സ്വീകരിക്കാൻ എൻ്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളുന്നു എന്ന സങ്കല്പത്തോടെ
കാത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഉത്രാട പൂജ. അവിടെ മറ്റു പൂജകളൊന്നുമില്ല. ഇത് കൃത്യമായും ശുദ്ധമായും ഒരുക്കി വയ്ക്കുക. കഴിഞ്ഞ ഉത്രാടം നാൾ മുതൽ എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, ഈ ഉത്രാടം വരെയും അടിയങ്ങളെ കാത്തു രക്ഷിച്ചു പോറ്റി പുലർത്തിയ കരുണാവാരിധിയായ ദൈവമേ, കോടാനുകോടി നന്ദിയോടെ സ്തുതിക്കുന്നേ. ഈ ഉത്രാടം മുതൽ അടുത്ത ഉത്രാടം വരെയും വസ്ത്രാദികൾ മുട്ടുകൂടാതെ ദാനം ചെയ്ത് അടിയങ്ങളെ കാത്തുരക്ഷിക്കണമേ ദൈവമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഉത്രാടം ഒരുക്കി ഓണം ഉണ്ണുക. നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിൽ ഈശ്വരൻ ദാനം ചെയ്യുമാറാണ്. ആനന്ദിക്കാം, നമുക്ക് ആനന്ദിക്കാം, സൽഗുരുനാമത്തിൽ ആനന്ദിക്കാം.
രക്ഷിതാവുമായ ദൈവമേ, ഉറ്റവനും ഉടയവനും രക്ഷിതാവുമായ ദൈവമേ, ഉറ്റവനും ഉടയവനും ആഗമക്കാതലുമായ ദൈവമേ, ഉറ്റവനും ഉടയവനും സമ്പൂർണ്ണ ജ്ഞാനരൂപനുമായ ദൈവമേ, കലിയുഗാവതാരമായ ദൈവമേ, കലിസംഹാരകനായ ദൈവമേ, സമ്പൂർണ്ണ ജ്ഞാനരൂപമായ ദൈവമേ, തപശക്തിയായ ദൈവമേ, ത്രിഗുണമായ ദൈവമേ, നിത്യശാന്തിയായ ദൈവമേ, സ്വയം പ്രകാശമായ ദൈവമേ, ആദിശുഭാനന്ദമായ ദൈവമേ, അന്ത്യയുഗത്തിൽ എഴുന്നള്ളിയ ദൈവമേ, ഭഗ്യ അവതാരമായി വന്ന ദൈവമേ, നിഷ്കളങ്ക ജ്ഞാനം ഉപദേശിച്ച ദൈവമേ, നിഷ്കളങ്കരാക്കി തീർക്കുന്ന ദൈവമേ, നിർമ്മലാദർശത്തെ സ്ഥാപിച്ച ദൈവമേ, നിർമ്മലമാക്കി തീർക്കുന്ന പരിശുദ്ധമുള്ള ദൈവം, ഇത്രയാനന്ദമായ ഓരോന്നും നടത്തുന്ന പരിശുദ്ധമുള്ള ദൈവം, അതിനെ തിരിച്ചുവരവും തിരുവാഴ്ചയും സർവജ്ഞാനോത്സവമായി ആഘോഷിക്കുവാൻ എല്ലാം ഒരുക്കി തന്ന പരിശുദ്ധമുള്ളത്, ഉന്നതമായ അതിൻ്റെ നടത്തിപ്പുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, അതിലടിയങ്ങൾക്ക് അനുഭവമായ ആനന്ദം ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, അത് കഴിഞ്ഞ് നടന്ന ഓരോ ഉന്നത കർമ്മങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി ശാഖാതലങ്ങളിൽ ഓരോന്നും പരിശ്രമിച്ച് ഒത്തുചേർത്ത് നടത്തിയ മനോഹരങ്ങളെയും അവരുടെ കർമ്മങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിച്ച സന്യാസ പരമ്പരകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമാധി ദിനാചരണം ഭക്തി സമന്വിതമായി നടത്തി തന്ന പരിശുദ്ധമുള്ളത്, ആചാര്യസ്തുതി നടത്തിയ പരിശുദ്ധമുള്ളത്, ഭക്തനാസ്തുതികൾ നടത്തുന്ന പരിശുദ്ധമുള്ളത്, ആരാധനകൾ ഓരോന്നും പൂരം പോലെ നടത്തുന്ന പരിശുദ്ധമുള്ളത്, അതിനെ ഈ താരാസ്തുതിയും ഇത്രയാനന്ദമായി ഒരുക്കി നടത്തി തന്ന പരിശുദ്ധം, ദേഹവും ലോകവും മറന്ന് അങ്ങയുടെ ആത്മലോകം പരമാനന്ദത്തിൽ ആറാടി എന്ന് കാണുന്നല്ലോ, അത് ഈ പ്രകൃതി ആനന്ദിച്ചു എന്ന് കാണുന്നല്ലോ, ഈ പ്രകൃതി ആനന്ദിച്ചു എന്ന് കാണുന്നല്ലോ, അതിനെ സർവപ്രകൃതികൾക്കും ഉൾപ്രകൃതിയായി വാഴുന്ന സൂക്ഷ്മസ്വരൂപനെ ആകുന്നു അങ്ങയുടെ സന്താനങ്ങൾ സ്തുതിച്ചതെന്ന് കാണുന്നല്ലോ. ഓ, ഇവരുടെ സ്തുതിയെ സ്വീകരിച്ച പരിശുദ്ധമുള്ളത്, എല്ലാ കുറവുകളും ക്ഷമിച്ച പരിശുദ്ധമുള്ളത്, കുറവുകൾ തീർത്ത് ജീവിക്കുവാൻ കരുതിക്കൊള്ളണമേ, ഈ ലഭിച്ച ആനന്ദം നഷ്ടമാക്കാതെ ജീവിക്കുവാൻ അങ്ങയുടെ പൊന്നോമനകളെ അങ്ങ് തന്നെ കരുതണമേ. മായാലോകത്തിലേക്ക് ഇതാ ഇറങ്ങി പുറപ്പെടുന്നുവെന്ന് കാണുന്നല്ലോ, മായ ബന്ധിക്കാതെ കാത്തുകൊള്ളണമേ, മായ ബന്ധിക്കാതെ കാത്തുകൊള്ളണമേ. ഓ, നിർമ്മലമായ ഹൃദയങ്ങളെ കവർന്നെടുക്കുവാൻ മായ കാത്തിരിക്കുന്നുവെന്ന് കാണുന്നല്ലോ, ഇടം കൊടുക്കാതെ കാത്തുകൊള്ളണമേ, ഇടം കൊടുക്കാതെ കാത്തുകൊള്ളണമേ. ഓ, ഇഷ്ടമോടെ കാത്തുകൊള്ളണമേ. ഓ, അടിയങ്ങളുടെ ഉടമസ്ഥൻ ഓരോരുത്തർക്കും തുണയായിരിക്കണമേ, ദൂതന്മാർ കാവലാകണമേ, ദേവീദേവന്മാർ തുണയാകണമേ. ഈ താരാസ്തുതിയിൽ എഴുന്നള്ളി നിലകൊണ്ട ദേവീദേവന്മാരെ ഇപ്പോഴും എഴുന്നള്ളി നിലകൊള്ളുന്നവരെ ഓർത്തുകൊണ്ട് സ്തുതിക്കുന്നു. ഇവരുടെ സാമീപ്യവടിയങ്ങളെ അനുഭവമാക്കിയ ദൈവമേ, ഇവരുടെ സാന്നിധ്യം അനുഭവമാക്കിയ ദൈവമേ, ദൂതപരിവാരങ്ങൾ എഴുന്നള്ളി സ്തുതിക്കുന്നുവെന്ന് കാണുന്നല്ലോ. അതിനെ അങ്ങ് ഇവിടെ ഉള്ളത് കൊണ്ടാകുന്നു ഇവരെല്ലാം എഴുന്നള്ളി വാഴുന്ന നടിയങ്ങളാണ്. ഈ ഭക്തലോകം അങ്ങേ ഒരു നോക്ക് കാണുവാനാകുന്നു ആർത്തിയോടെ വന്നതെന്ന് കാണുന്നല്ലോ. വിട്ടുപിരിയാതെ വാഴണമേ ദൈവമേ, വിട്ടുപിരിയാതെ വാഴണമേ, സ്നേഹനിധിയായി വാഴണമേ, കാരുണ്യക്കടലായി വാഴണമേ, ഓ, കരുണാസാഗരമായി വാഴണമേ. അതിനേഴകൾക്ക് വേണ്ടി എന്നും ഈ ലോകത്തിൽ ഈ മഹാക്ഷേത്രത്തിൽ അങ്ങ് വാഴുമാറാകണമേ. ഇവിടെ തിരുവൻപിലായി പണി കഴിപ്പിക്കുന്ന മഹാഗോപുരത്തെ ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിച്ചു തരണമേ ദൈവം. അതിനുവേണ്ടി നിലകൊള്ളുന്ന വിശ്വകർമാവിന്റെ രൂപത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, ശില്പികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, സൂക്ഷ്മരൂപികളായി നിന്ന് കാവൽ ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, ഓ, ദീപത്താലവുമേന്തി കാത്തു നിൽക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, അതിനെ നാഗലോകം അവിടെ എഴുന്നള്ളി വാഴുന്നത് ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ അങ്ങേ സ്വീകരിപ്പാൻ കാത്തു നിൽക്കുന്നത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനെ സർവ്വതും കാണുവാനായി അങ്ങൊരുക്കുന്ന ഈ മഹാസന്ദർഭം ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, അത് കാണുവാൻ ഭാഗ്യം കിട്ടിയ ആത്മദീപത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, അതിനെ പൊന്നുതൃക്കരങ്ങൾ എന്നും കാത്തുകൊള്ളണമേ, ആയുരാരോഗ്യത്തോടെ കാത്തുകൊള്ളണമേ, രാജഗോപാലിനെയും കുടുംബത്തെയും കാത്തുകൊള്ളണമേ, സ്ഥപതികളെയും ശില്പികളെയും കാത്തുകൊള്ളണമേ, അങ്ങയുടെ പൊന്നോമനകളെ എല്ലാം കാത്തുകൊള്ളണമേ. അങ്ങയുടെ സന്യാസ പരമ്പരകൾ ഈ മായാലോകത്തിൽ മായയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സന്താനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അങ്ങയുടെ പ്രകാശത്തെ അവരിലേക്ക് പ്രകാശിപ്പിക്കുവാൻ കരുത്തായി അങ്ങ് കൂടെ വാഴണമേ, മഹാചൈതന്യമായി കൂടെ വാഴണമേ, മഹാതേജസ്സായി കൂടെ വാഴണമേ, ജ്ഞാനപ്രകാശമായി കൂടെ വാഴണമേ, ഭക്തിയുടെ ധീരത
കാലങ്ങളിൽ ആരിലെല്ലാം എന്തെല്ലാം ദോഷങ്ങളുണ്ടോ ദുഃഖങ്ങളുണ്ടോ എല്ലാം ഒഴിവാക്കി വീണ്ടെടുത്ത പരിശുദ്ധമുള്ള ദൈവം. ഒരു ദുഃഖവും ഏശാതെ ഇനിയും കാത്തുകൊള്ളണമേ ദൈവം. ഇന്നും വന്നു ചേർന്നവരെ ദർശിച്ച പരിശുദ്ധമുള്ള കാഴ്ചകളെ സ്വീകരിച്ച പരിശുദ്ധമുള്ള അതിനെ അങ്ങയുടെ ആദർശ കർമ്മങ്ങൾക്കായി നിയോഗിച്ചിരിക്കുന്ന ഗീതാനന്ദ സ്വാമി ഈ പ്രാവശ്യത്തെ ഈ സ്തുതിയിൽ ബന്ധപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ആതുരാലയത്തിൽ വിശ്രമിക്കുന്നുവെന്ന് കാണുന്നല്ലോ. സുഖവും ആരോഗ്യവും കൊടുക്കണമേ ദൈവം. സന്നിധാനത്തിൽ ഈ കർമ്മങ്ങൾ നടക്കുമ്പോൾ ദുഃഖമായി വന്ന ഒരു സംഭവം സർവശക്തിയെ അത് നിസാരമാക്കി തീർത്ത സന്താനങ്ങളെ അവരവരുടെ ഭവനങ്ങളിൽ എത്തിച്ച പരിശുദ്ധമുള്ള ദൈവം നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവം. ഇനിയും ദുഃഖം അനുഭവിക്കുന്നവരെ വീണ്ടെടുക്കണമേ ദൈവം. രോഗികളായവരെ വീണ്ടെടുക്കണമേ ദൈവം. ഭാവികളായവരെ വീണ്ടെടുക്കണമേ. പാപമോചനം വരുത്തണമേ ദൈവം. ജ്ഞാനഖഡ്ഗി വാഴണമേ ദൈവം. ആനന്ദരൂപം വാഴണമേ. അവരുടെ മടക്ക യാത്രയിൽ കൂട്ടായിരിക്കണമേ ദൈവം. വിട്ടുപിരിയാൻ കഴിയാതെ കണ്ണുനീരോടെ നിൽക്കുന്നുവെന്ന് കാണുന്നല്ലോ. കൂടെ എഴുന്നള്ളണമേ, കൂടെ എഴുന്നള്ളണമേ, കൂടെ എഴുന്നള്ളണമേ. എന്നും കൂട്ടായി വാഴണമേ. പ്രത്യക്ഷമായി വാഴണമേ, പ്രത്യക്ഷമായി വാഴണമേ. പൂജ ഒരുക്കി അങ്ങേ പൂജിക്കുവാൻ കരുതിക്കൊള്ളണമേ ദൈവം. സർവ്വതും ദാനം ചെയ്യണമേ ദൈവം. നടക്കാനിരിക്കുന്ന വാർഷികാഘോഷങ്ങളെല്ലാം ആനന്ദമായി നടത്തി തരണമേ ദൈവം. സർവ്വതും പൊന്നുമഹനീയവാദേ ഓ ഇനി വളരെ വിദൂരത്തേക്ക് പോകാനുള്ളവർക്ക് ഇവിടെ വെച്ച് തന്നെ ഞാൻ യാത്രാനുമതി നൽകുകയാണ്. ഇത്രയും വേഗം പോയി ആഹാരം കഴിച്ചിട്ട് അവരവരുടെ ഭവനങ്ങളിലേക്ക് പോകാം. ഈ ആനന്ദം ഒരു വിധത്തിലും നഷ്ടമാക്കാതെ ക്ഷമയോടും ആത്മസംയമനത്തോടും കൂടി ഓരോരുത്തരോടും ഇടപെടുക. സർവശക്തി നിങ്ങൾക്ക് കൂട്ടായുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം വളരെ വലുതായി വികസിച്ചിരിക്കുകയാണ്. ഈ വികാസത്തിന് ഒരു മങ്ങലുണ്ടാകാത്ത വിധം എപ്പോഴും പരിശുദ്ധമായ ചിന്തകളും വാക്കുകളും ചെയ്ത് ലോകത്തിൽ ഉന്നതരായി തീരുവാൻ നിങ്ങളെല്ലാം ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. സർവകർമ്മങ്ങളും ഇനിയും നടക്കാനുള്ളവയിലൊക്കെ വന്ന് പങ്കുചേരുവാൻ ജഗദീശ്വരൻ വേണ്ടതെല്ലാം പ്രകൃതിയിൽ ഒരുക്കി നിങ്ങൾക്ക് ദാനം ചെയ്യുമാറാണ്. സർവശക്തി അനുഗ്രഹിക്കട്ടെ. സുഖരൂപാ സുഖവറിവാൻ ഉള്ളറിവായിട്ടകമി വാഴൂ ഗുരുദേവാ വാഴും ഗുരുദേവാ എന്നും വാഴും ഗുരുദേവാ. ശാശ്വത സുഖരൂപ സുഖമറിവാനുള്ള